ഇന്ന് മാർച്ച് 13 ഇപ്പം ഏകദേശം സമയം 4 മണി വെളുപ്പിന് ആയിട്ടുണ്ട്. എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പം എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പെയിൻ വന്നും പോയി നിൽപ്പുണ്ട്. അത് ശരിക്കും ലേബർ പെയിൻ ആണോ അതോ ഫോൾസ് പെയിൻ ആണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞ് മാറും എന്ന് വിചാരിക്കുമ്പം പിന്നെയും വരുന്നുണ്ട്. അപ്പം അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. പെയിൻ മാറുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. വയറ് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുവാണ്. പിന്നെ സാധാരണ ഉള്ള പോലത്തെ ഒരു ഫോൾസ് പെയിൻ ആണെങ്കിൽ വന്ന് പെട്ടെന്ന് പോകും. പക്ഷെ ഇതങ്ങനെ പോകുന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ 5 മിനിറ്റ് കൂടുമ്പോൾ പിന്നെയും വരുന്നുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുവാണ്. ഒരു വല്ലാത്തൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെയിൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അറിയത്തില്ല, എന്തായാലും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് മാറുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്തായാലും ഞാൻ എല്ലാവരും ഒന്ന് വിളിക്കും. എണീപ്പിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് ഡയറക്റ്റ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് നേരം കൂടെ ഒന്ന് ലെഫ്റ്റ് സൈഡിൽ തിരിഞ്ഞ് കിടന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് കിടന്ന് നോക്കാം. എന്നിട്ട് മാറുന്നില്ല എന്നാണെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിലോട്ട് പോകും. അപ്പം എന്തായാലും നോക്കാം. എന്തായാലും നേരത്തെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഒട്ടും വരുന്നില്ല. ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. കോൺട്രാക്ഷൻസ് മാറാതെ നിൽക്കുന്നതുകൊണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അൽക്കിസൈസിലുള്ള ആസ്ട്രോ ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിക്കുന്നത്. അവർ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും അതുപോലെ തന്നെ എൻ്റെ കോൺട്രാക്ഷൻസും കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ വെളുപ്പിന് എത്തിയത് കൊണ്ട് തന്നെ എമർജൻസി വാർഡിലാണ് ആദ്യം നമ്മളെ കാണിച്ചത്. അപ്പോൾ ഡോക്ടർ നമ്മളോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പം കോൺട്രാക്ഷൻസ് ഉണ്ട്. അവർ CTG വെച്ച് ചെക്ക് ചെയ്തായിരുന്നു. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ വരുന്നുണ്ടായിരുന്നു. കോൺട്രാക്ഷൻസ് തന്നെയാണ്, ഫേക്ക് ഇതല്ല. അപ്പം അഡ്മിറ്റ് ആവാനായിട്ട് പറഞ്ഞു. സോ നമ്മുടെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഡോക്ടർ ഇപ്പോൾ എമർജൻസി വാർഡിൽ കിടത്തേക്കുവാണ്. ഡോക്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ ഷിഫ്റ്റ് ചെയ്യും. അപ്പം ഇപ്പം ചെറിയ പെയിനുണ്ട്. അവർ PV ചെക്ക് ചെയ്ത് ചെറിയൊരു വേദനയുണ്ട്. പിന്നെ കോൺട്രാക്ഷൻസിൻ്റെ പെയിനും ഉണ്ട്. അപ്പം അങ്ങനെ നിൽക്കുവാണ്. ഇനിയിപ്പം ഡോക്ടർ വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. എന്താണ് ഭർത്താവിന് പറയുന്നത്? പറയത്തില്ല. എക്സൈറ്റഡ് ആണോ? എപ്പോഴും ചോദിക്കുന്നത് എക്സൈറ്റഡ് ആണോ? ക്യാമറ തിരിച്ചു പിടിക്കും. ഞാൻ അങ്ങോട്ട് ഇവിടെ നോക്കണ്ട. എക്സൈറ്റഡ് ആണ്. കുഞ്ഞു വരാൻ പോവുക. സഹോദരങ്ങളെ, ഇത് എനിക്കിതിന് പറ്റണത്. ഞാനും ഇവിടെയൊക്കെ തന്നെ നോക്കണം. കുഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്കിനി അല്ലേ ഒരു അംഗം തുടങ്ങും. ഹോപ്പ്ഫുള്ളി ഇന്ന് വൈകിട്ട്, നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ഒരു പിടിയില്ല. 30 to 40 hours എപ്പോൾ വേണമെങ്കിലും ആവാം ഡെലിവറി. ഒന്നും പറയാൻ പറ്റില്ല. വെയിറ്റിംഗിലാണ്. ഡോക്ടർ വന്നിട്ടില്ല. ഡോക്ടർ പറയുന്നതാണ് അൾട്ടിമേറ്റ്. ഇപ്പം ഇവിടുന്ന് പറഞ്ഞിരിക്കുന്ന അനാലിസിസും വലിയ ഐഡിയ ഇല്ല. ഡോക്ടർ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണുള്ളത് പറഞ്ഞേ? ഒരു പിടിയില്ല. സാമ്പാർ, പെപ്പർ സോൾട്ട് ഇഷ്യൂ, ചമ്മന്തി ആയിരിക്കും. മന്തിന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് മിസൈലിൻ്റെ അലേർട്ട്. രണ്ട് ദോശ. എവിടെ? മറ്റേ ഗോതമ്പ് ദോശ ഉണ്ട്. ദോശ കട്ട മതി. ദോശ കഴിക്കാൻ പോവാണ്. ദോശ കട്ടൻ.
കുട്ടി ദോശ. സോ ഡോക്ടർ വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു സംഭവം തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പം അത് ഈ ഗ്രാഫിൽ റെക്കോർഡാവും. അങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും ഡോക്ടർ വന്ന് കണ്ട് എന്നെ അവിടെ അഡ്മിറ്റാക്കി ലേബർ വാർഡിലോട്ട് മാറ്റി. സോ ഇതാണ് നമ്മുടെ ലേബർ വാർഡ്. ഇവിടെ 2 പേഷ്യൻസ് ഉണ്ടാവും. ഒന്ന് ഞാനും അപ്പുറത്ത് വേറൊരാളും കൂടെ ഉണ്ട്. ഇവിടെ നിന്നാണ് പിന്നെ ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഡയലേഷൻ 3 സെൻറ്റിമീറ്ററിന് മുകളിലോട്ട് പോകണം. എന്നാൽ മാത്രമേ ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. ആസ്ട്രോ ഹോസ്പിറ്റലിൽ നല്ല ഫെസിലിറ്റീസ് ആണുള്ളത്, നല്ല സിസ്റ്റർമാരാണുള്ളത്. അതുപോലെ കുഞ്ഞിനെ ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം ഫസ്റ്റ് എന്നുള്ളതിൻ്റെ ഒരു പേപ്പറാണ് കേട്ടത്. അപ്പം നമ്മുടെ ഈവനിങ് സ്നാക്സാണ് ഈ ഒരു സാൻഡ്വിച്ചും ഒരു ജ്യൂസും പിന്നെ അതുപോലെ ഒരു വാട്ടർ ബോട്ടിലും തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് അമ്മയ്ക്കുള്ള എല്ലാ ഐറ്റംസും ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കുഞ്ഞിൻ്റെ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടത്. എനിക്ക് കോൺട്രാക്ഷൻസ് രാവിലെ ഉണ്ടായിരുന്നതിൻ്റെ അത്ര ഇപ്പം ഇല്ല. അതുപോലെ തന്നെ ഡയലേഷൻ ആണെങ്കിലും വളരെ സ്ലോ ആയിട്ടായിരുന്നു പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നൈറ്റൊക്കെ ആയപ്പോഴേക്കും അവരൊരു ഫോളി ട്യൂബ് ഇട്ടു, ഡയലേഷൻ പ്രോഗ്രസ് ആവാൻ വേണ്ടിയിട്ട് ഫാസ്റ്റായിട്ട്. ആ ട്യൂബ് ഇട്ടപ്പോഴേക്കും ഭയങ്കര വേദനയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത പെയിൻ ഉണ്ടായിരുന്നു. കാര്യം നമ്മുടെ യൂട്രസിനെ അത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവും. അങ്ങനെ ഒരു 2 സെൻറ്റിമീറ്ററൊക്കെ ആകുമ്പം ആ ട്യൂബ് ഓട്ടോമാറ്റിക്കലി താഴെ വന്ന് വീഴും. ലേബർ വാർഡിൽ ഒരാളെ മാത്രമേ നമ്മുടെ കൂടെ കയറ്റത്തുള്ളൂ. സോ എൻ്റെ കൂടെ ഹസ്ബൻഡായിരുന്നു ഉണ്ടായിരുന്നത്. ഫാമിലി ഫുള്ള് പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. എല്ലാവർക്കും നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ട്യൂബ് ഇട്ടുകൊണ്ട് തന്നെ ഇവർ ബർത്തിങ് ബോളിലിരുന്ന് എക്സസൈസ് ചെയ്യാനും ഒക്കെ പറയും. മാക്സിമം കോൺട്രാക്ഷൻസ് നടക്കാനും ഡയലേഷൻ ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ടും ഒക്കെ. മാക്സിമം നടക്കാനും എക്സസൈസ് ചെയ്യാനൊക്കെ നമ്മുടെ അടുത്ത് പറയും. ഞാനിവിടെ ഡിന്നർ കഴിക്കാൻ ഹസ്ബൻഡ് മേളിൽ ക്യാൻറ്റീനിൽ പോയി കഴിക്കാൻ വേണ്ടി പോയി. അച്ഛനും അമ്മയും ബ്രദറും വൈഫൊക്കെ തിരിച്ച് പോയി. അവർ ഇവിടെ ഹസ്ബൻഡിനെ മാത്രമേ കയറ്റത്തുള്ളൂ അകത്ത്, അതുകൊണ്ട് അവർ പോയി. സോ എനിക്ക് ഇപ്പോൾ ഈ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും അവരൊരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യും സർവീക്സിൻ്റെ അകത്തോട്ട്. ഫോളി ട്യൂബ് ഡയലേഷൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കോൺട്രാക്ഷൻസ് വരും എന്നാണ് പറയുന്നത്. ഇപ്പം അങ്ങനെ ഓൺ ആൻഡ് ഓഫായിട്ട് വേദന വരുന്നുണ്ട്, പോകുന്നുണ്ട്, അങ്ങനെ നിൽക്കുവാണ്. എന്നാലും കുറവാണ്, മോർണിംഗ് കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ ഞാൻ എന്തായാലും ഫുഡൊക്കെ കഴിക്കട്ടെ. അത്യാവശ്യം നല്ല ഫുഡാണ്, വെജാണ് കേട്ടോ. ബട്ട് സ്റ്റിൽ നമുക്കിപ്പോൾ ഇതൊക്കെ കഴിക്കാനേ തോന്നത്തുള്ളൂ. നല്ല ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല. ഫ്രൂട്ട്സ് ഉണ്ട്, യോഗട്ടുണ്ട്, സൂപ്പ് പോലീസാണ്. ഹോപ്പ്ഫുള്ളി എല്ലാം നല്ല രീതിയിൽ പോയാൽ മതിയായിരുന്നു. ഓക്കെ, ഇന്നിപ്പോൾ രാത്രിയായി. നാളെ ഹോപ്പ്ഫുള്ളി ഡെലിവറി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ മാർച്ച് 14. ഇതാണ് നമ്മുടെ ലേബർ വാർഡിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ.
അങ്ങനെ അന്നത്തെ നൈറ്റ് മാക്സിമം വേദന കടിച്ചു പിടിച്ചാണെങ്കിലും എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോയി. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ആയി. രാത്രി അത്ര നന്നായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല, കോൺട്രാക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ. എന്നാലും എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. നമ്മൾ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോയാലും കുഞ്ഞ് ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു അപ്പോഴത്തെ ചിന്ത. കുഞ്ഞ് താഴോട്ട് ഇറങ്ങാനായിട്ട് എൻ്റെ വാട്ടർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വാട്ടർ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒത്തിരി നേരം വെയിറ്റ് ചെയ്യുന്നതും റിസ്കിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഡയലേഷൻ ഭയങ്കര സ്ലോ ആയിട്ട് തന്നെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 3.54 സെൻറ്റിമീറ്റർ ഒക്കെ ആയപ്പോഴേക്കും എന്നെ ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഡയലേഷന് വേണ്ടിയിട്ട്. പക്ഷെ ഒരു 4 സെൻറ്റിമീറ്ററിൽ നിന്ന് പിന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര സ്ലോ ആയിട്ട് തന്നെയായിരുന്നു ഡയലേഷൻ നടന്നുകൊണ്ടിരുന്നത്. സോ അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഇനിയും കുറേ നേരം വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് ബേബിക്ക് റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ 2 ഡേയ്സിനടുപ്പിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തില്ലേ, ഇനി സി സെക്ഷൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബേബിക്ക് സേഫ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫൈനലി ആ ഒരു ഡിസിഷൻ എടുക്കുവാണ്, സി സെക്ഷൻ ചെയ്യാന്നുള്ളത്. ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് വേറെ വഴിയില്ലല്ലോ, ചെയ്തല്ലേ പറ്റൂ. ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അത്രയും നാളും നമ്മൾ ക്യാരി ചെയ്ത ആൾ നേരിട്ട് കാണുക എന്നുള്ളത് ഭയങ്കര ഒരു രസമുള്ളൊരു പരിപാടിയാണ്. അതുപോലെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് സി സെക്ഷനായി. നമുക്കറിയാമല്ലോ, ഓരോ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം. അല്ലാതെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ സി സെക്ഷനായിപ്പോയി. എൻ്റെ ബേബി സത്യം പറഞ്ഞാൽ സി സെക്ഷൻ കഴിയുമ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നല്ല പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫസ്റ്റ് നടക്കുന്നതൊക്കെ തന്നെ നമുക്ക് ഒത്തിരി വേദന അനുഭവിക്കേണ്ടതായിട്ട് വരും. പക്ഷെ എല്ലാ വേദനയുടെ അപ്പുറത്ത് ഈ ഒരാൾ നമ്മുടെ അടുത്ത് കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ. ഒരു ദിവസം ഫുള്ള് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്തു കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എന്നെ ഒബ്സർവേഷനിൽ വെച്ചിട്ട് പിന്നെ നേരെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. OTയിൽ വെച്ചിട്ട് ഞാൻ ശരിക്കും സെഡേഷനിലായിരുന്നതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി എനിക്ക് എൻ്റെ കണ്ണടഞ്ഞിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പ്രഷറും പുള്ളും ഒക്കെ. പക്ഷെ കുഞ്ഞിൻ്റെ കരച്ചിലും ഞാൻ കേട്ടായിരുന്നു, പക്ഷെ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ കണ്ടില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം അവനെ കാണുന്നത് റൂമിൽ എത്തിക്കഴിഞ്ഞിട്ടാണ്. OTയിൽ നിന്ന് കുഞ്ഞിനെ എടുത്തതിന് ശേഷം ഹസ്ബൻഡിനെ മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാരൻസ് ആയിരിക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യവും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. പിന്നെ ഒരു ഡിസ്ട്രാക്ഷന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുമാത്രമല്ല, കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവനെ തന്നെ ഈ വീഡിയോസൊക്കെ കാണിക്കുമ്പം ഒരു ഓർമ്മയല്ലേ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഡെലിവറി എക്സ്പീരിയൻസ്.
പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാനായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലോട്ട് പോയി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.